ദൈവദശകം കൂട്ടായ്മ ചെയർമാൻ ഗിരീഷ് ഉണ്ണികൃഷ്ണനെ ആദരിച്ചു. പ്രധാനമന്ത്രി പങ്കെടുത്ത സദസ്സിൽ ഗുരുകൃതികളുടെ നാട്യാവിഷ്കാരങ്ങളും ദൈവദശകം യോഗയും അവതരിപ്പിച്ച എന്റെ ഗുരു പദ്ധതിയുടെ പ്രയോക്താവ് ഗിരീഷ് ഉണ്ണികൃഷ്ണനെ പടാകുളം 40-ാം വാർഡിന്റെ ആദരവ്. ഗുരുധർമ്മ പ്രചാരകനും പ്രഭാഷകനുമായിരുന്ന കെ.എൻ. ഉണ്ണികൃഷ്ണന്റെ പുത്രനായ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ മലയാള മനോരമ കൊടുങ്ങല്ലൂർ ലേഖകനാണ്. ദൈവദശകം 104 ലോകഭാഷകളിലേക്ക് മൊഴിമാറ്റിയ ദൈവദശകം വിശ്വവിശാലതയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി ലാറ്റിൻ അമേരിക്ക, അമേരിക്ക, യൂറോപ്പ്, കുവൈറ്റ്, ദുബായ്, മലേഷ്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും പര്യടനം നടത്തിയ ഗിരീഷ് 2018 ദൈവദശകം മൊഴിമാറ്റത്തിലും 1500-ലേറെ നർത്തകരെ അണിനിരത്തി ദൈവദശകം മോഹിനിയാട്ടം അവതരിപ്പിച്ചുകൊണ്ടും ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുണ്ട്. ഗുരുകൃതികൾ ഭാരതീയ നാട്യകലകളിൽ അവതരിപ്പിക്കുന്ന എന്റെ ഗുരു പദ്ധതിയുടെ ഭാഗമായി ദൈവദശകം കുണ്ടലിനി പാട്ട്, ശിവപ്രസാദ പഞ്ചകം, അനുകമ്പാ ദശകം, ചിദംബരാഷ്ടകം തുടങ്ങി ഗുരുകൃതികൾ മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം തുടങ്ങിയ ഭാരതീയ നാട്യകലകളിൽ ചിട്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും ഗിരീഷ് ഉണ്ണികൃഷ്ണനാണ്. ഗുരുകൃതികൾക്ക് നൃത്തശില്പങ്ങൾ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ദൈവദശകം കൂട്ടായ്മയാണ്. എന്റെ ഗുരു പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യക്കകത്തും പുറത്തും നൃത്ത പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതിന്റെ ഭാഗമായാണ് ഡൽഹിയിൽ മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും തമ്മിൽ സന്ധിച്ചതിന്റെ 100-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ശിവഗിരി മഠം സംഘടിപ്പിച്ച പ്രധാനമന്ത്രി പങ്കെടുത്ത സദസ്സിൽ ദൈവദശകം യോഗയും ഗുരുകൃതികളുടെ നിത്യാവിഷ്കാരങ്ങളും അവതരിപ്പിച്ചത്. വാർഡ് കൗൺസിലർ ടി.എസ്. സജീവൻ ഗിരീഷ് ഉണ്ണികൃഷ്ണനെ ആദരിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവദശകം പല രാജ്യങ്ങളിലും വായിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള സൗകര്യം അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യമായി തന്നെ ഞങ്ങൾ കാണുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ വാർഡിലെ, ഞങ്ങളെ ഗ്രാമത്തിലെ ഒരാളെന്ന നിലയ്ക്ക് ഞങ്ങള് അഭിമാനിക്കുകയാണ് ഈ കാര്യത്തില്. അതുകൂടാതെ തന്നെ അറിയാം, നമുക്ക് അടുത്ത ദിവസം ഡൽഹിയിൽ ആരാധ്യനായിട്ടുള്ള നരേന്ദ്രമോദി പങ്കെടുത്ത ഒരു പരിപാടിയിൽ അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായിരുന്നു. അത് നമുക്കറിയാം, ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുദേവനും കണ്ടുമുട്ടിയേണ്ട 100-ാം വാർഷികത്തിനോട് ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ വെച്ച് അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായിരുന്നു. ചടങ്ങിൽ ടി.കെ. ഹരിദാസൻ, രാജു ഈശ്വരമംഗലത്ത്, ഫിനി സെൽവരാജ്, ദീപ രാജേന്ദ്രൻ, രജിത്, അനിൽകുമാർ, അജയൻ, സായ, രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ഓരോ നിമിഷങ്ങളിലും ഗുരുവിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നിയോഗം പോലെയാണ് അച്ഛൻ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ ദൈവദശകം എന്നൊരു കൃതി എടുത്ത് അത് വിദേശ ഭാഷകളിലേക്കും ഇന്ത്യൻ ഭാഷകളിലേക്കും മൊഴിമാറ്റി സമാഹരിക്കുന്ന ഒരു പ്രവർത്തനമാണ് നാം ചെയ്തത്. അതോടൊപ്പം തന്നെ ഗുരുവിന്റെ കൃതികൾ മോഹിനിയാട്ടത്തിലും ഭരതനാട്യത്തിലും യോഗയിലും ഉൾപ്പെടെ വിവിധ ഭാരതീയ നാട്യകലകളിലേക്ക് കൂടി മാറ്റിയപ്പോഴാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്.